ഞാൻ ഇനി പറയാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷന് പരാജയപ്പെട്ട പ്രതീക്ഷകൾ അസ്തമിച്ച കുട്ടികൾക്ക് മാത്രമേ മനസ്സിലാവൂ. അല്ലാത്തവർ വിചാരിക്കും അവർക്ക് പഠിച്ചാൽ പോരായിരുന്നോ, അന്ന് അവർക്ക് പഠിക്കാൻ കുറേ സമയം കിട്ടിയില്ലേ, അപ്പോഴവരെന്ത് ചെയ്യുകയായിരുന്നു, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറുകളല്ലേ ഉണ്ടായിരുന്നത്, ഇങ്ങനെയൊക്കെ ബാക്കിയുള്ള കുട്ടികൾക്ക് തോന്നും. അതുകൊണ്ട് ഡിഗ്രി പ്രിലിംസിന് പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന, മാർക്ക് അത്ര കാര്യമായി സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക, ബാക്കിയുള്ളവർ സ്കിപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപക്ഷെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ കാണാം, അത് ബാക്കിയുള്ള കുട്ടികളെ കൂടി ചിലപ്പോൾ പാനിക്കാക്കിയേക്കും. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പഠിക്കണം, പഠിച്ചാൽ മാത്രമേ നമുക്കൊരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സമയം നന്നായി ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ആർക്കും ഒരു തർക്കവും ഇല്ല, അല്ലാതെ ഒരു റോക്കറ്റ് സയൻസും അതിൻ്റെ പുറകിലില്ല. ചുമ്മാണ്ട് വെറുതെ ഇരുന്ന് എക്സാം പാസ്സാകുന്നവരായിട്ട് ആരും ഉണ്ടാകുകയില്ല. പക്ഷേ സാഹചര്യങ്ങളാണ് പഠിക്കണോ പഠിക്കണ്ടായോ എന്നുള്ള ഒരാളുടെ ആവശ്യത്തെ സാധൂകരിക്കുന്നത്. ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരുപാട് പഠിക്കാൻ സമയം കിട്ടാം, നല്ല സാഹചര്യങ്ങൾ കാണാം, ഇതിനിടയ്ക്ക് ഡൈവേർട്ടായി പോകുന്ന പ്രത്യേകിച്ചുള്ള ഒരു കാര്യവും അവർക്കുണ്ടായെന്ന് വരില്ല. അവർ നന്നായി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒക്കെ പഠിക്കുന്നുണ്ടാവും. ഒരു ദിവസം ഒരുപാട് സമയം പഠിക്കുന്നവരുണ്ടാകാം. ചിലർ ജോലിക്ക് പോയിട്ട് വന്ന് പഠിക്കാൻ സമയം കിട്ടുന്നവരുണ്ടാകാം. അവർ അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ജോലിയൊക്കെ ആണെങ്കിൽ സമയമൊക്കെ കണ്ടെത്തി പഠിക്കും. പക്ഷെ ഒരു വിഭാഗം കുട്ടികളുണ്ട് മക്കളെ, നിങ്ങളെപ്പോലെ ഒരു വിഭാഗം കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നന്നായി കഷ്ടപ്പെട്ട് മാത്രം പണിയെടുത്തു മാത്രം കുടുംബം പോറ്റേണ്ടി വരുന്ന കുറേ അധികം ഉദ്യോഗാർത്ഥികൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപക്ഷെ നന്നായി പഠിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. ഇന്ന് ചിലപ്പോൾ 1 മണിക്കൂർ കിട്ടും, നാളെ ചിലപ്പോൾ 2 മണിക്കൂർ കിട്ടും, ചില ദിവസങ്ങളിൽ സമയം കിട്ടിയെന്നേ വരില്ല, ചില ദിവസം 6 മണിക്കൂർ കിട്ടിയെന്ന് വരാം. ഇങ്ങനെ ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ലാതെ പഠിച്ചു പോകാനായിട്ട് ബാധ്യതപ്പെട്ട അല്ലെങ്കിൽ പഠിച്ചു പോകേണ്ടി വരുന്ന കുറച്ച് ആളുകൾ. ചില വിഭാഗം ആളുകൾ വീട്ടമ്മമാരാണ്. അവർക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ തീർത്ത്, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ തീർത്ത്, കൈക്കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരെയൊക്കെ നോക്കി സമാധാനിപ്പിച്ച് ഉറക്കി വീട്ടിലെ മറ്റെല്ലാവരെയും സമാധാനിപ്പിച്ചതിന് ശേഷം മാത്രമേ ഒരു പക്ഷേ അവർക്ക് പഠിക്കാനിരിക്കാൻ കഴിയുള്ളൂ. ഇതൊന്നും എല്ലാ ദിവസവും നന്നായി പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അവരും പഠനത്തെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോകുന്ന ഒരു വിഭാഗം ആളുകളാണ്. മറ്റൊരു വിഭാഗം കുട്ടികളെന്ന് പറയുന്നത് പണം ഒട്ടുമില്ലാത്ത, സാമ്പത്തികപരമായി നന്നേ താഴെ നിൽക്കുന്ന, ഓരോ ദിവസവും അവർ ജോലിക്ക് പോയാൽ മാത്രം ആ വീട് കഴിഞ്ഞു പോകുന്ന കുറച്ച് കുട്ടികളുണ്ടാവും. അവരുടെ മനസ്സിലും തീവ്രമായ ആഗ്രഹം പഠിക്കണം, ഒരു സർക്കാർ ജോലി നേടണമെന്നുണ്ടാകും. പക്ഷേ സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ട് നേടാൻ പറ്റാതെ പോയ കുറേ അധികം കുട്ടികളുണ്ടാവും. ഇങ്ങനെ ഇനിയും ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്ന് ഹോസ്പിറ്റലൈസ് ആയി പോയവർ, ചിലപ്പോൾ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും വീട്ടിലൊക്കെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമഘട്ടങ്ങളൊക്കെ ഉണ്ടായി പഠനം മുടങ്ങിപ്പോയവർ, അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ, ചിലർ വിവാഹം കാരണം പഠനം മുടങ്ങിപ്പോയ ആളുകൾ, ഇങ്ങനെ കുറേ അധികം ഉദ്യോഗാർത്ഥികൾ, കുറേ അധികം വിഭാഗം ഉദ്യോഗാർത്ഥികൾ ഈ എക്സാം പരാജയപ്പെട്ടിട്ടുണ്ടാവും. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ 3,95,000 പേർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ 2.5 ലക്ഷം പേര് മാത്രമേ എഴുതാൻ പോലും പറ്റി കാണുള്ളൂ. ബാക്കി ഏതാണ്ട് 1.5 ലക്ഷം പേർക്ക് പരീക്ഷ പോലും എഴുതാൻ പറ്റി കാണില്ല. ഈ 2.5 ലക്ഷം പേരിൽ വെറും 50,000 പേര് മാത്രമേ ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരുള്ളൂ. ബാക്കി ഏതാണ്ട് ഒരു 2 ലക്ഷം പേരും വീണ്ടും അവിടെ പരാജയപ്പെടുകയാണ്. വലിയ നമ്പറാണ്, 2 ലക്ഷം പേര് പരാജയപ്പെടുകയാണ്. അവരുടെ കുറ്റം കൊണ്ട് മാത്രമാകണമെന്നില്ല. മക്കളെ, എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു എക്സാമിനേഷന് പ്രോപ്പറായി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾ വിചാരിച്ചത്ര ഭംഗിയായി എഴുതാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ വിചാരിച്ച സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇനി വരാനിരിക്കുന്ന ഒരു എക്സാമിനേഷന് നിങ്ങൾക്ക് ഇപ്രാവശ്യം വന്നുപോയ പരാജയങ്ങൾ അല്ലെങ്കിൽ പോരായ്മകൾ തിരുത്താനുള്ള ഒരു സമയമാണ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു എക്സാമും അല്ലെങ്കിൽ ഒരു തോൽവിയും തോൽവിയായി മാത്രം കടന്നു പോകുന്നില്ല. അതൊക്കെ ചില പാഠങ്ങളാണ്. നമുക്ക് മുന്നോട്ട് പോകാനുള്ള, നമുക്ക് കുറച്ചുകൂടി ആവേശമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള, കുറച്ചുകൂടി ഭംഗിയായി ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പാഠങ്ങൾ മാത്രമാണ്. അത്തരത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന അവസരങ്ങൾ ഒന്നുകൂടി ഒന്ന് കണ്ണു തുറന്നു നോക്കാം. ഇനി ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഒരു ഗസറ്റഡ് റാങ്ക് ലിസ്റ്റാണ്. അതായത് കയറുമ്പോൾ തന്നെ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനിൽ ജോലിക്ക് കയറുമ്പോൾ തന്നെ ഗസറ്റഡ് റാങ്കിലേക്ക് ഒരു പ്രമോഷനും ഇല്ലാതെ തന്നെ ജോലി കിട്ടാൻ പോകുന്ന ഒരു പഞ്ചായത്തിന്റെ മുഴുവൻ നാഥനായിട്ട് വരുന്ന പഞ്ചായത്ത് സെക്രട്ടറി. വലിയ പോസ്റ്റുകളിലേക്ക് പ്രൊമോഷൻ കിട്ടിപ്പോകാൻ സാധ്യതയുള്ള, അത്യാവശ്യം നല്ല സാലറി, ഏതാണ്ട് 50,000-ലധികം രൂപ സാലറി ആയിട്ട് ബേസിക് പേ മാത്രം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇനിയുമുണ്ട് ഒരു അവസരം. ഡിഗ്രി ലെവൽ എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്നം നേടാനായിട്ടൊരു അവസരം ഇനിയുമുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള പരാജയം അല്ലെങ്കിൽ ഈ ഡിഗ്രി പ്രിലിംസിന് വന്ന പരാജയം, അതിൽ നിന്ന് കൃത്യമായി പാഠങ്ങൾ ഉൾപ്പെടും. എനിക്ക് എവിടെയാണ് പരാജയപ്പെട്ടത്, എനിക്ക് എവിടെയാണ് പിഴച്ചത്, ഞാൻ എവിടെയാണ് കാലുമാറ്റി ചവിട്ടേണ്ടി വന്നത്, ഞാൻ എവിടെയാണ് എൻ്റെ തീരുമാനം മാറ്റേണ്ടി വന്നത്, ആ കാര്യങ്ങളെ ഒന്ന് ക്രമപ്പെടുത്താനായിട്ട് നോക്കാം. നിങ്ങളുടെ മുന്നിൽ ഇനിയും ഏകദേശം നോട്ടിഫിക്കേഷൻ വരാൻ തന്നെ ഏതാണ്ട് 4-5 മാസങ്ങളുണ്ട്. നവംബർ ഡിസംബർ മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ ഏതാണ്ട് മെയ് മാസം വരെ പ്രിലിംസിന് വേണ്ടി സമയമുണ്ട്. അപ്പം അത്രയും സമയം
കൃത്യമായി ഓരോ ദിവസവും ചാർട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. കഴിഞ്ഞ തവണ നിങ്ങൾ പരാജയപ്പെട്ടു പോയതിനെ വീണ്ടും ഒരു വിജയമാക്കി മാറ്റാനായിട്ടുള്ളൊരു തീവ്രമായ ശ്രമം നിങ്ങൾ നടത്തുക. പരാജയപ്പെട്ട് പിന്മാറുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നിങ്ങൾക്ക് പഴയ പണികളിലേക്ക് തിരിച്ചു പോകാം, പഴയ ഉത്തരവാദിത്തങ്ങളിലേക്ക് തിരിച്ചു പോകാം, പ്രൈവറ്റ് ജോലികളിലേക്ക് തിരിച്ചു പോകാം. ഇനിയും ജോലിയൊന്നും ഇല്ലാതിരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ജോലി ചൂസ് ചെയ്ത് പോകാം, ഒരു പ്രശ്നവുമില്ല. പരാജയപ്പെടാൻ ആർക്കും പറ്റും. പക്ഷേ വിജയിച്ച് കാണിക്കാൻ മക്കളെ കുറച്ചൊക്കെ ചങ്കൂറ്റം വേണം, കുറച്ചൊക്കെ ആത്മവിശ്വാസം വേണം, കുറച്ചൊക്കെ പണിയെടുക്കാനുള്ള കപ്പാസിറ്റി വേണം, ഏത് സാഹചര്യത്തെയും ഫേസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റുന്നവരാണ് നിങ്ങളെങ്കിൽ മക്കൾ ധൈര്യമായി നിങ്ങൾ അടുത്ത പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങാം. ഓരോ ദിവസവും നിങ്ങൾക്ക് എത്രത്തോളം എഫോർട്ട് കൂടുതലിടാൻ പറ്റുമോ അത്രത്തോളം എഫോർട്ട് കൂടുതലിടാം. എനിക്ക് അത്ര മാത്രമാണ് പറയാനുള്ളത്. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ശ്രമം കൂടി മതിയാവും ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും പോരാടാനായിട്ട് നിങ്ങൾ തയ്യാറാകുക. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിലോ അല്ലെങ്കിൽ ആ എക്സാമിനേഷന് വേണ്ടി എങ്ങനെ പഠിക്കണം, അതിന് ഏതൊക്കെ ഫേസുകളുണ്ട്, എത്രത്തോളം എഫോർട്ട് അതിന് ഇടേണ്ടി വരും, ഞാൻ ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടത്, ഏത് രീതിയിൽ പഠിച്ചു പോകണം, ആരുടെ ക്ലാസ് കണ്ട് പഠിക്കണം എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം. നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വേണ്ടിയിട്ടുള്ള ഡിഗ്രി മെയിൻസിന്റെ ലോങ് ടേം ബാച്ച്, അതായത് പഞ്ചായത്ത് സെക്രട്ടറി, സബ് ഇൻസ്പെക്ടർ, ഈ 2 പരീക്ഷകളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ലോങ് ടേം ബാച്ച് ഇപ്പോൾ ഓപ്പൺ ആണ്. ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 8281223366 എന്ന നമ്പറിലേക്ക് വിളിച്ചോ. നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളോട് സംസാരിക്കും, കൃത്യമായ ഗൈഡൻസ് തന്ന് നിങ്ങളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കും. അടിപൊളിയായിട്ട് പഠിച്ചു പോകാം. 2027 വരാനിരിക്കുന്ന പ്രിലിംസ് പരീക്ഷ മനോഹരമായി എഴുതി തീർക്കാൻ ഇപ്പം കണ്ട ആ വിഷമങ്ങളുണ്ടല്ലോ അത് മാറ്റാൻ വീണ്ടും ഒരു അവസരം കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. നമുക്ക് ക്ലാസ്സിൽ കാണാം.